സ്നേഹമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയം ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുന്നു. ഇനി എമ്മാനുവേൽ എന്ന് പേരിടണം. എമ്മാനുവേൽ എന്ന അർത്ഥം എന്താണെന്നറിയോ? ദൈവം നമ്മോടുകൂടെ. ദൈവം നമ്മോട് കൂടെ ഉള്ളപ്പോൾ നമുക്ക് എന്തിന് ഭയപ്പെടണം? ദൈവം നമ്മോട് കൂടെ നമ്മൾ എപ്പോഴും ഉണ്ടാകുമ്പോൾ ഭയം എന്തിനാ? ഇന്ന് ലോകത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഭയമില്ലാത്ത ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഭാര്യ ഭർത്താവിന് ഭയം, ഭർത്താവ് ഭാര്യയ്ക്ക് ഭയം. ഭയത്തിൻ്റെ കൂടാണ് ഇന്ന് ലോകത്തിൽ ഇന്ന് ജീവിക്കുന്ന മനുഷ്യർക്ക്. ദൈവം നമ്മോട് കൂടെ വസിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഭയപ്പെടുന്നത്. യേശുനാഥൻ എവിടെ ജനിച്ചതെന്നറിയാമോ? ഒരു തൊഴുത്തിലാണ് ജനിച്ചത്. എളിമയുടെ പരമാകൂടിയ ഉച്ചത്തിലായിരുന്നു യേശുവിൻ്റെ ജനനം. ആ ജനനം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എളിമയുടെയും മനോഭാവം നമുക്ക് കാണാൻ സാധിക്കും. എളിമയെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് എളിമപ്പെട്ട് ജീവിക്കണം. അതാണ് നമ്മുടെ ജീവിതം. ആ ജീവിതത്തിലേക്കാണ് ഇന്ന് നമ്മളെ പുൽക്കൂട്ടിലേക്ക് നമ്മൾ എത്തി നോക്കുന്നത്. ആ ജീവിതം നമ്മൾ ആസ്വദിക്കണം, അനുഭവിക്കണം. അതുപോലെ തന്നെ അനുസരണത്തിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ യേശുക്രിസ്തു. അനുസരണവും എളിമയും കൂടിയപ്പോൾ ദൈവപിതാവിന് എത്രയും മഹോന്നതമായൊരു ജീവിതമാണ് കാഴ്ചവെച്ചത്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എളിമയും അനുസരണവും ഉണ്ടായാൽ നമുക്ക് സമാധാനം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ആ പുൽക്കൂട്ടി ജനിച്ച ഉണ്ണിയേശുവിനെ നമ്മൾ അനുധാവനം ചെയ്യണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ എന്നിലും നിങ്ങളിലും ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് സമാധാനം നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും എവിടെ ജീവിച്ചാലും സമാധാനം കൈവരും. യേശുവിൻ്റെ സമാധാനം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.